റോഷ്നി, ഞാനിപ്പോൾ അപകടം പറ്റിയ ഈ വാഹനത്തിന്റെ സമീപത്താണുള്ളത്. നിലവിൽ ഈ വാഹനം ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഇത് മൂടി വെച്ചിരിക്കുകയാണ്. ഈ വാഹനത്തിന്റെ ഒരു ഭാഗം പൂർണ്ണമായും പതിഞ്ഞു പോയിട്ടുണ്ട്. അതായത് ഒരു പിക്കപ്പ് വാന്, സാധാരണഗതിയിൽ ഒരു പിക്കപ്പ് വാൻ ഒരാൾ നിന്നാൽ എന്റെ ഹൈറ്റിനോ കുറെ കൂടി ഉയരമുണ്ടാകും. പക്ഷെ ഇതിപ്പോൾ ഈ രീതിയിലേക്ക് അത് താഴ്ന്നു പോയിരിക്കുന്നു. ഈ ഭാഗത്താണ് ഡ്രൈവർ, അതായത് മരിച്ച ആളുണ്ടായിരുന്നത് ഈ ഭാഗത്താണ്. ഈ ഭാഗത്തേക്കാണ് ഗർഡർ വീണത്. അതായത് വാഹനത്തിൽ പൂർണ്ണമായും വീണിട്ടില്ല, വാഹനത്തിന്റെ ഈ ഭാഗം വരെയുള്ള ഭാഗത്തേക്കാണ്. അതായത് ഒരു ഭാഗത്തേക്കാണ്, വാഹനത്തിന്റെ ഇടതുഭാഗത്ത് ഗർഡർ ഉണ്ടായിരുന്നില്ല. ഇടതുഭാഗമായിരുന്നു പുറത്തേക്ക് തള്ളി നിന്നിട്ടുണ്ടായിരുന്നത്. തൊട്ടിപ്പുറമുണ്ടായിരുന്ന ഈ ഭാഗത്തേക്കാണ് ഗർഡർ വന്നു പതിച്ചത്. ഇവിടെയായിരുന്നു ഡ്രൈവറും ഉണ്ടായിരുന്നത്. വലതുഭാഗത്താണ് ഡ്രൈവർ ഉള്ളത്. അങ്ങനെ ആ രീതിയിലാണ് ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റത്. ഏകദേശം 3 മണിക്കൂർ പിന്നിട്ടു എന്നുള്ളതാണ്. 2:30-3 മണിക്കാണ് ഈ അപകടം നടക്കുന്നത്. അതിനുശേഷം 6 മണി 6:15 ഈ വാഹനം ആ ഗർഡറിനടിയിൽ നിന്ന് പുറത്തേക്ക് എടുക്കാൻ, അത്രത്തോളം വൈകിയ ശേഷമാണ് വാഹനം പോലും പുറത്തേക്ക് എടുക്കാൻ സാധിച്ചത്. കാരണം ഈ വീഴ്ചയുടെ ആഘാതത്തിൽ തന്നെ ഗർഡർ പല ഭാഗങ്ങളിലായി ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഭാഗം അത്ര എളുപ്പം ഉയർത്താൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നീട് ഈ ക്രെയിൻ ഉൾപ്പെടെ വന്ന ശേഷമാണ് ഈ ഗർഡറിന്റെ ഒരു ഭാഗം ഉയർത്തി വാഹനം മുന്നോട്ടേക്ക് വലിച്ചത്. ഉടൻ തന്നെ അതിനകത്തുള്ള ആളെ ഇപ്പോൾ എറണാകുളം ഭാഗത്തേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. എന്തായാലും ഈ അപകടം നടക്കുന്നത് എങ്ങനെയാണ്? സാധാരണഗതി ഞാൻ കൂടി വ്യക്തമായി പറയാം. ഇങ്ങനെയാണ് ഒരു പില്ലർ ഉണ്ടാവുക. ഈ പില്ലറിന്റെ ഒരു ഭാഗത്ത് ഗർഡർ സ്ഥാപിച്ച ശേഷം അത് ഓരോ ഭാഗങ്ങളിലേക്കായി നീക്കി സ്ഥാപിക്കും. അങ്ങനെ ഇത്തരത്തിലുള്ള ഒരു പില്ലർ കഴിഞ്ഞ ദിവസം ഈ രീതിയിലായിരുന്നു ആ പില്ലർ, ഈ ഗർഡർ വീണ ഭാഗം ഉണ്ടായിരുന്നത്. അങ്ങനെ കഴിഞ്ഞ ദിവസം ഈ ഗർഡറുകൾ ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ സ്ഥാപിച്ചു. അങ്ങനെ 3 ഗർഡർ സ്ഥാപിച്ച ശേഷം പിന്നീട് 2 ഗർഡർ കൂടി ആ ഭാഗത്തേക്ക് വെക്കുന്നു. ആ ഗർഡർ ഒന്നും തന്നെ ഉറപ്പിച്ചിട്ടില്ല. കാരണം ഈ ഗർഡറുകൾ ഉറപ്പിക്കുന്നത് ഇതെല്ലാം കൂടെ വെച്ച ശേഷമാണ് ഉറപ്പിക്കാറുള്ളത്. അങ്ങനെ ഉറപ്പിക്കാതെ അത് വെക്കുകയും അടിയിൽ കൂടെ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ ഒരു നിയന്ത്രണവും വെക്കാതെ രീതിയിൽ അത് വാഹനങ്ങൾ കടന്നു പോകാനുള്ള സൗകര്യം ഒരുക്കുകയും ചെയ്തു. വാഹനങ്ങളെ നിയന്ത്രിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ അപകടം ഉണ്ടാകില്ലായിരുന്നു. പകരം വാഹനങ്ങൾ നിയന്ത്രിക്കാതെ തന്നെ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. പ്രത്യേകിച്ച് പുലർച്ചെ 3 മണിക്ക് അല്ലെങ്കിൽ 2:30-3 മണിക്കാണ് ഈ അപകടം നടക്കുന്നത്. സ്വാഭാവികമായും വാഹനം നിയന്ത്രിച്ചാൽ യാതൊരു ഗതാഗത കുരുക്കും പ്രശ്നങ്ങളും ഉണ്ടാവുകയില്ല. മാത്രമല്ല ഏറ്റവും സുരക്ഷിതമായ രീതിയിൽ നിർമ്മാണ പ്രവർത്തനം നടത്താൻ വേണ്ടി സാധിക്കുകയും ചെയ്യും. പക്ഷേ അത്തരമൊരു ക്രമീകരണം നടത്താതെ വാഹനം അതിനകത്തുകൂടെ ഈ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നതിന് താഴെ കൂടെ തന്നെ കടന്നു പോകാൻ ഇവർ അനുവദിച്ചു. അതാണ് ഈ ദുരന്തത്തെ വിളിച്ചു വരുത്തിയത് എന്ന് വേണം പറയാൻ. ഒരുപക്ഷേ ഗർഡറുകൾ ഈ പറഞ്ഞതുപോലെ നേരത്തെ തന്നെ ആലപ്പുഴയിൽ ബീച്ചിലും ഒപ്പം ഈ തുറവൂർ മേഖലയിലുമായി ഗർഡറുകൾ 2 തവണ വീണിട്ടുണ്ട്. അതിനു പുറമെ ഇപ്പോൾ ഈ അരൂർ ഭാഗത്തു കൂടി വീഴുമ്പോൾ 2 തവണത്തെ പാഠം മുൻപിൽ ഉണ്ടായിട്ട് പോലും അത് അങ്ങനെ ഒരു പാഠം ഉൾക്കൊള്ളാതെ അതിലൊരു ആ രീതിയിലുള്ള നടപടി സ്വീകരിക്കാതെ വാഹനങ്ങൾ നിയന്ത്രിക്കാതെ ഗതാഗത ക്രമീകരണം ഒരുക്കാതെ തന്നെ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം നടന്നു. അതാണ് യഥാർത്ഥത്തിൽ ഈ അപകടത്തെ വിളിച്ചു വരുത്തിയതൊപ്പം ഈ ഗർഡറുകൾ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. നേരത്തെ പ്രതികരിച്ചപ്പോൾ ആളുകൾ പറഞ്ഞത്, അവരുടെ ഒരു ആശങ്ക പങ്കുവെച്ചത്, അപകടങ്ങൾ ഇനിയും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം 25% പണി ഇനിയും പൂർത്തിയാകാനുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. നേരത്തെ ദലീമ MLA സംസാരിച്ചപ്പോഴും പറഞ്ഞത് ഈ പണികളൊക്കെ കൃത്യമായ നിയന്ത്രണങ്ങളോടെയാണ് നടക്കുന്നത്. അതിൽ ഈ മറ്റേ പോലീസുകാരടക്കം കൃത്യമായിട്ട് ശ്രദ്ധിച്ച് വാഹനങ്ങൾ പോകുന്നതുകൊണ്ട് പോലീസ് അടക്കം കൃത്യമായ ശ്രദ്ധയോടെയാണ് കാര്യങ്ങൾ പോയിരുന്നത്. പക്ഷേ ഇത് എന്ത് സംഭവിച്ചു ഇവിടെ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. അതിൽ ഈ പോലീസ് കൃത്യമായിട്ട് ആ സമയത്ത് ഈ പണി നടക്കുന്ന സമയത്തൊക്കെ അവിടെ ഉണ്ടാകാറുണ്ടോ? അതിന്റെ സുരക്ഷാ കാര്യങ്ങളൊക്കെ കൃത്യമായി ക്രമീകരിക്കാറുണ്ടോ? എന്താണ് സ്ഥലത്തിന് കൃത്യമായിട്ട് പറയാൻ കഴിയുമല്ലോ. അവിടെ ഇങ്ങനെയൊരു മുൻപും സമാന സാഹചര്യം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അതിനുശേഷം കൃത്യമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ ഈ സമയത്ത്, ഈ അപകടം നടക്കുന്ന സമയത്ത് പോലീസോ അല്ലെങ്കിൽ അത്തരം ട്രാഫിക് സംവിധാനങ്ങളൊന്നും തന്നെ ഒരുക്കിയിട്ടുണ്ടായിരുന്നില്ല. ഈ നിർമ്മാണ പ്രവർത്തനം നടത്തുന്ന ആളുകൾ തന്നെ ഈ ഗതാഗതങ്ങൾ ക്രമീകരിക്കാറുള്ളതാണ് പതിവായി നമ്മൾ കാണാറുള്ളത്. കാരണം ഈ നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന ഭാഗത്ത് പലപ്പോഴും ഈ ഭാഗങ്ങളിൽ ക്രെയിൻ വന്ന് ഇതിന്റെ ഈ പില്ലർ മുകളിലേക്ക് കയറ്റുന്ന ഗർഡർ മുകളിലേക്ക് കയറ്റി നടക്കുമുള്ള നടപടികൾ സ്വീകരിക്കാറുണ്ട്. അത്തരത്തിൽ ക്രെയിൻ വന്ന് റോഡിലേക്ക് നിൽക്കുന്ന സമയത്ത് ഈ നിർമ്മാണ പ്രവർത്തനം നടത്തുന്ന ജീവനക്കാർ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ആളുകളാണ് ഇത് നിയന്ത്രിക്കുന്നത്. പലപ്പോഴും ഈ പോലീസോ മറ്റു സംവിധാനങ്ങളോ നേരിട്ടെത്തി നിയന്ത്രിക്കാറില്ല. പക്ഷേ അങ്ങനെ നിയന്ത്രിക്കുകയും പിന്നീട് ഇന്ന് പക്ഷേ ഈ പുലർച്ചെ സാധാരണഗതിയിൽ ഇത്തരം ഉദ്യോഗസ്ഥർ തീർച്ചയായും ഉണ്ടാകാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. കാരണം സാധാരണ പകൽ സമയങ്ങളിൽ പോലും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഈ ജോലിയുടെ ഭാഗമായിട്ടുള്ള ആളുകൾ തന്നെയാണ് ഇത് നിയന്ത്രിക്കാറുള്ളത്. അങ്ങനെ തന്നെ നിയന്ത്രിച്ചിട്ടുണ്ടാകാനാണ് സാധ്യതയുള്ളത്. ഇന്നിപ്പോൾ നിയന്ത്രണം പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഈ ഭാഗങ്ങളിൽ യഥാർത്ഥത്തിൽ ആലപ്പുഴ അരൂർ തുറവൂർ ഏരപ്പാത എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു മരണ
മരണപ്പാതയായി നേരത്തെ മാറിയതാണ്. നിരന്തരം വാഹന അപകടം ഉണ്ടാകുന്ന ഒരു മേഖലയാണ് അരൂർ തുറവൂർ ഏറുപാത മേഖല എന്നുള്ളത്. റോഡിന്റെ പൊട്ടിപ്പൊളിഞ്ഞ ശോചനീയമായ അവസ്ഥ, കുണ്ടും കുഴിയും, മഴ പെയ്താൽ ഈ ഭാഗങ്ങളൊക്കെ തന്നെ വെള്ളക്കെട്ട്, കുളമേത് റോഡ് ഏത് എന്ന് തിരിച്ചറിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പലപ്പോഴും മാറാറുണ്ട്. നമ്മൾ തന്നെ പല ഘട്ടങ്ങളിൽ റിപ്പോർട്ട് ചെയ്തതാണ്. അതിരൂക്ഷമായ ഗതാഗത കുരുക്ക്, മണിക്കൂറുകളോളം ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഈ ഭാഗങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നതും പതിവാണ്. അങ്ങനെ ഇതൊരു യഥാർത്ഥത്തിൽ ഉയരപ്പാത നിർമ്മാണം തുടങ്ങിയ ശേഷമുള്ള കണക്കെടുത്താൽ നിരവധി ആളുകളാണ്, അത് എണ്ണിയാൽ ഒരുപക്ഷെ വിരലിലെണ്ണാവുന്ന ആളല്ല, ഏകദേശം 50-ലധികം ആളുകൾ എന്തായാലും ഈ വാഹന അപകടങ്ങളിൽ തന്നെ നിരന്തരം മരണപ്പെട്ടിട്ടുണ്ട്. അതിനു പുറമെ ഇന്നിപ്പോൾ ഈ നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഒരു അപകടം, അതിനിടയിൽ കൂടി ഒരു മരണം സംഭവിക്കുന്നു എന്നുള്ളത് ഏറെ ദൗർഭാഗ്യകരമാണ്. ഇതിനു മുൻപും സമാനമായ രീതിയിൽ ഒരു സ്പാൻ ഇത്തരത്തിൽ വെക്കുന്നതിന്റെ ഭാഗമായി അതും തുറവൂർ ഭാഗത്താണ് വീണത്. ഒപ്പം ആലപ്പുഴ ബീച്ചിൽ ഇതേ രീതിയിൽ തന്നെ നിർമ്മാണ പ്രവർത്തനത്തിനിടയിൽ ഈ ഗർഡർ താഴെ വീഴുന്നു. അങ്ങനെ അതിന് വലിയ പാഠമായിരുന്നു. അന്ന് ഒരുപക്ഷെ ഒരാളും അകപ്പെട്ടില്ല എന്നെങ്കിൽ പോലും ആ വലിയൊരു ഗുരുതരമായ ഒരു അപകടം അല്ലെങ്കിൽ വലിയൊരു സംഭവമായിരുന്നു അന്ന് അവിടെ ബീച്ചിലുണ്ടായിരുന്നത്. അതൊരു പാഠമായിരുന്നു. ബീച്ചിൽ നിത്യേന ആളുകൾ വന്നു പോകുന്ന ഭാഗത്ത് അത്തരത്തിൽ ഗർഡറുകൾ താഴെ വീഴുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പിന്നീട് മറ്റിടങ്ങളിലൊക്കെ തന്നെ സ്ഥാപിക്കുമ്പോൾ ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായിരുന്നു. ഇത് വ്യത്യസ്ത കമ്പനികളാണ് ഈ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപക്ഷെ ആ രീതിയിലുള്ള ശ്രദ്ധ അവരിൽ നിന്നുണ്ടാവാനുള്ള സാധ്യതയില്ല. എന്തായാലും വലിയ വീഴ്ച ഉണ്ട് എന്നുള്ള കാര്യത്തിൽ നിലവിൽ നമുക്ക് പറയേണ്ടി വരും. കാരണം ആ രീതിയിൽ തന്നെയാണ് കൂടുതൽ പരിശോധനകളിലേക്കും കൂടുതൽ നിഗമനങ്ങളിലേക്കും ഒക്കെ കടക്കേണ്ട മണിക്കൂറാണ്. അരൂർ തുറവൂർ ദേശീയപാത ഉയരപ്പാത നിർമ്മാണത്തിൽ ഗർഡർ വീണ് ഒരു മരണം സംഭവിച്ചിരിക്കുകയാണ്. ഹരിപ്പാട് സ്വദേശിയാണ് മരിച്ചത്. നമുക്കൊരു